റംസാൻ ഈവന്റ് 2022 അതായത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് റംസാൻ ഈവന്റ് വരാൻ പോവുകയാണ്. ഒരു മാസത്തേക്കുള്ള ഒരു ഈവന്റ് ആയിരിക്കും ഗൈസ്. അതുമാത്രമല്ല നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഒരുപാട് കുറെ റിവാർഡ്സ് ഒക്കെ ലഭിക്കാൻ പോവുകയാണ് റംസാൻ ഈവന്റിൽ. എന്തൊക്കെ റിവാർഡ്സ് ആയിരിക്കും നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ലഭിക്കുന്നത്, പിന്നെ എന്നായിരിക്കും റംസാൻ ഈവന്റ് ഫ്രീ ഫയറിലേക്ക് ആരംഭിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മാഹിൻ ഫൺ 07 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റംസാൻ ഈവന്റിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഒട്ടനേകം റിവാർഡ്സ് ലഭിക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം കാണാൻ പോകുന്നത് ബാക്ക് പാക്കിന്റെ സ്കിൻ ആയിരിക്കും. 2 ബാക്ക് പാക്കിന്റെ സ്കിൻ ആയിരിക്കും ഈവന്റിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും കാണാൻ സാധിക്കുക. ഈ ഒരു ബാക്ക് പാക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഒക്കെ കാണാൻ ഇങ്ങനെയായിരിക്കും. എന്തായാലും നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ബാക്ക് പാക്ക് ആണത്. ഒരു ഗ്രീൻ കളർ ബാക്ക് പാക്ക്, ഒരു ചെറിയ നല്ല ഡീസന്റ് ആയിട്ടുള്ള ബാക്ക് പാക്ക് ആണ് ഗൈസ്. നമുക്ക് മറ്റൊരു ബാക്ക് പാക്കും ഇവിടെ കാണാൻ സാധിക്കും. റംസാൻ ഈവന്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു ബാക്ക് പാക്ക് ആണ്. ഇതിന്റെ ലെവൽ 2ഉം ലെവൽ 1ഉം ഒരു നിലാവൊക്കെ പോലെ തോന്നിക്കുന്നുണ്ട് ബാക്ക് പാക്ക് കാണാനായിട്ട്. നമ്മളിപ്പോൾ 2 ബാക്ക് പാക്ക് കണ്ടു. ഈ 2 ബാഗിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബാഗ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന ഒരു ബാഗാണ്. നമ്മളെല്ലാവരും ഇവിടെ കാണുന്ന സർഫ് ബോണ്ട് സ്കിന്ന് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് സൗജന്യമായി കിട്ടാൻ പോകുന്ന ഒരു സർഫ് ബോണ്ട് സ്കിന്നാണ്. അടുത്തത് നമുക്ക് ഇവിടെ ലൂട്ട് ബോക്സ് കാണാം. ഈ ലൂട്ട് ബോക്സ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും സൗജന്യമായി കിട്ടാൻ പോകുന്ന ഒരു ലൂട്ട് ബോക്സ് ആണ്. ഓക്കെ, then നമുക്കൊരു പാരഷൂട്ടിന്റെ സ്കിന്ന് കാണാം. ഈ ഒരു പാരഷൂട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു പാരഷൂട്ടിന്റെ സ്കിന്നായിരിക്കും. ലെജൻഡറി അല്ലാത്ത ഒരു പാൻഡ സ്കിന്ന് കാണാം. ഈ ഒരു പാൻഡ സ്കിന്ന് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു പാൻഡ സ്കിന്നാണ്. ഒരു ഗ്രീൻ കളർ പാൻഡ സ്കിൻ, നല്ല ലെജൻഡറി ആയിട്ടുള്ള കട്ടാനയുടെ സ്കിന്നാണ്. ഇത് നമുക്ക് ചിലപ്പോൾ 50-50 ചാൻസ് ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. കാണാൻ പൊളിയായിട്ടുണ്ട് ഗൈസ് ഈ ഒരു കട്ടാനയുടെ സ്കിൻ. അടുത്ത റിവാർഡ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബാരന്റെ സ്കിന്ന് കാണാൻ സാധിക്കും. ഇന്ത്യൻ കൺസെപ്റ്റിൽ വരുന്ന റംസാൻ ഈവന്റിൽ കിട്ടാൻ പോകുന്ന ഒരു ബാരന്റെ സ്കിന്നാണ്. ഫ്രീ ലഭിക്കുന്ന ബാരന്റെ സ്കിൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യമാണ്. സ്കൈത്തിന്റെ സ്കിന്നാണത്. ഈ സ്കിന്ന് നമുക്ക് കിട്ടുന്നത് ഫ്രീ ആയിട്ടായിരിക്കും. നമുക്ക് ഒരുപാട് റിവാർഡ്സ് ലഭിക്കാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് ഈ റംസാൻ ഈവന്റിൽ നമുക്ക് നല്ലൊരു മാസമായിട്ടുള്ള ഈവന്റ് ആയിരിക്കും. ദെൻ നമുക്ക് ഗ്രാനൈഡിന്റെ സ്കിന്ന് കാണാം. ഈ ഒരു ഗ്രാനൈഡ് സ്കിൻ ഇതായിരിക്കും. നമുക്ക് ഗ്രാനൈഡ് കിട്ടാൻ നേരത്തെ നല്ല മാസമായിട്ടുള്ള ഗ്രാഫിക്സ് കാണാൻ സാധിക്കും. നമുക്ക് നല്ല ഒരു ഗ്രാഫിക്സ് ആണ് ഗൈസ്. നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ഗ്രാനൈഡ് സ്കിന്നാണത്. നമുക്കൊരു ഗ്ലൂ വാളിന്റെ സ്കിന്ന് കാണാം. ഈ ഒരു ഗ്ലൂ വാളിന്റെ സ്കിൻ നമുക്ക് ടോപ്പ് അപ്പ് ഇവന്റിലൂടെ ലഭിക്കാനൊക്കെ ചാൻസ് ഉള്ള ഒരു ഗ്ലൂ വാളിന്റെ സ്കിൻ ആയിരിക്കും റംസാൻ ഈവന്റ് വരുമ്പോൾ. മറ്റൊരു ജീപ്പിന്റെ സ്കിന്ന് കാണാൻ സാധിക്കും. ഇത് ലെജൻഡറി ആയിട്ടുള്ള ഒരു ജീപ്പിന്റെ സ്കിൻ അല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ജീപ്പിന്റെ സ്കിൻ ആയിരിക്കും. ദെൻ ആട്രിബ്യൂട്ട്സ് ഒന്നും ഇല്ലാത്ത എന്നാലും നമുക്ക് കാണാൻ നല്ല പൊളിയായിട്ടുള്ള ഒരു ബൈക്കിന്റെ സ്കിന്ന് കാണാം. ഇതും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ബൈക്കിന്റെ സ്കിൻ ആയിരിക്കാം. എന്തായാലും നല്ല പൊളിയായിട്ടുണ്ട്. അടുത്തത് ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു ചാർജ് ബസ്റ്ററിന് ശേഷം വരാൻ പോകുന്ന പുതിയ വെപ്പൺ റോയൽ ആയിരിക്കും. നമുക്ക് കാണാൻ സാധിക്കുക M1887 പുതിയ കണ്ട സ്കിന്നാണ്. M80യുടെ പുതിയ സ്കിന്നായിരിക്കും വെപ്പൺ റോയിൽ വരാൻ പോകുന്നത്. നമുക്ക് റേഞ്ച് പിന്നെ നമുക്ക് ആക്യുറസി ഒക്കെ നല്ല മാസമായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു സ്കിന്നായിരിക്കും. നല്ലൊരു സ്കിന്നാണ് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. എന്നായിരിക്കും നമ്മുടെ ഫ്രീ ഫയറിൽ ഈ റിവാർഡ്സും അല്ലെങ്കിൽ ഈ റംസാൻ ഈവന്റ് കാണാൻ സാധിക്കുക. ഏപ്രിൽ 2 മുതൽ നോമ്പ് കാലഘട്ടമൊക്കെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ഫയറിൽ നമുക്ക് കാണാൻ സാധിക്കുക ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏപ്രിൽ 2 മുതലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഈവന്റ് ആയിരിക്കാം. മെയ് 2-നായിരിക്കും ഈ നോമ്പ് കാലഘട്ടം അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഈവന്റ് ആയിരിക്കും. എന്തായാലും റംസാനൊക്കെ വരുമ്പോൾ ഫ്രീ ഫയറിൽ നമുക്ക് റംസാൻ ഈവന്റ് വരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് ഫ്രീ ഫയറിൽ വരാൻ പോകുന്ന ഒരു ഈവന്റ് ആണിത്. നമുക്ക് ഡേറ്റ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയേക്കാം. പിന്നെ ബർഗർ ഈവന്റ് സ്റ്റാർട്ട് ആയിട്ടില്ല പറഞ്ഞിട്ട് കുറച്ച് പ്ലേസ് കമന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഡേറ്റ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ആവും. എന്തായാലും ബർഗർ ഈവന്റ് ഒക്കെ ഫ്രീ ഫയറിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.